ഓഗസ്റ്റ് 1 വേൾഡ് വൈഡ് വെബ് ദിനം. ഓഗസ്റ്റ് 1 വേൾഡ് വൈഡ് വെബ് ദിനമായി ആചരിക്കുന്നു. വേൾഡ് വൈഡ് വെബിൻ്റെ സ്ഥാപകനായ ടിം ബെർണേഴ്സ്-ലീ ലാബിൽ വെച്ച് വികസിപ്പിച്ച ഈ സംവിധാനം 1991 ഓഗസ്റ്റ് 1 പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായി തുറന്നുകൊടുത്തത്. ഈ ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ഓഗസ്റ്റ് 1 വേൾഡ് വൈഡ് വെബ് ദിനമായി ആചരിക്കുന്നത്. വേൾഡ് വൈഡ് വെബ് സാങ്കേതിക വിദ്യയുടെ ആവിർഭാവത്തെയും അതിൻ്റെ പ്രാധാന്യത്തെയും അനുസ്മരിക്കുന്നതിനും അതിൻ്റെ സ്ഥാപകനായ ടിം ബെർണേഴ്സ്-ലീയെ ആദരിക്കുന്നതിനുമായാണ് ഈ ദിനാചരണം നടത്തുന്നത്. ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപക ദിനം. ഇന്ത്യയെ മാതൃരാജ്യത്തെ പോലെ സ്നേഹിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും പുരോഗതിക്കുമായി പരമാവധി പ്രയത്നിക്കുകയും ചെയ്ത മഹാനുഭാവയായ വനിതയായ ആനി ബസന്റ് ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി 1916 ഓഗസ്റ്റ് 1 രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ ഹോം റൂൾ ലീഗ്. 1847 ഒക്ടോബർ 1 ലണ്ടനിലെ ഐറിഷ് കുടുംബത്തിൽ പിറന്ന ആനി ബസന്റ് ലണ്ടനിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ചും തൊഴിലാളി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയും കഴിയുന്നതിനിടയിൽ 1893 ചിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കവേ അവിടെ വെച്ച് വിവേകാനന്ദൻ്റെ വാക്കുകൾ കേട്ട് ഇന്ത്യ രാജ്യത്തോട് ആദരവ് തോന്നിയാണ് ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയാകമാനം സഞ്ചരിക്കുകയും സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും ചെയ്ത അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനത്തിനും മറ്റു പുരോഗതിക്കും ആവശ്യമായ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി 1913 വേക്കപ്പ് ഇന്ത്യ എന്ന പേരിൽ പുസ്തകമാക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത അവർ ഇന്ത്യക്ക് സ്വയംഭരണാവകാശം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം സമ്മേളനത്തിൽ അവതരിപ്പിച്ചു പാസാക്കി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ വിവിധ സംഘടനകളുടെ പ്രതിനിധികളടങ്ങിയ പൊതുസഭ വേണമെന്ന താൽപ്പര്യത്തിലാണ് ആനി ബസന്റ് 1916 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഹോം റൂൾ ലീഗ് എന്ന സംഘടന രൂപീകരിച്ചത്. രാജ്യമെമ്പാടും അതിന് ശാഖകളും ഉണ്ടായി. തുടർന്നും കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പങ്കെടുത്ത അവർ 1917 കൽക്കട്ട കോൺഗ്രസിൽ വെച്ച് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാകുന്ന ആദ്യ വനിത എന്ന ചരിത്ര ഖ്യാതി നേടുകയും ചെയ്തു. 1919 ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് വരെയും സ്വാതന്ത്ര്യ സമര പോരാട്ട നായികയായി അവർ ഭാരതീയ മനസ്സിൽ ഇടം നേടി. ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്ത ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയ ആനി ബസന്റ് പിന്നീട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കും മറ്റു വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി കഴിയുകയും 1933 സെപ്റ്റംബർ 20 ചെന്നൈയിൽ അന്തരിക്കുകയും ചെയ്തു. ബാലഗംഗാധര തിലകൻ ചരമദിനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിര നേതാക്കളിൽ ഒരാളും സാമൂഹ്യ പരിഷ്കർത്താവും പത്രപ്രവർത്തകനുമൊക്കെയായിരുന്ന ബാലഗംഗാധര തിലകൻ 1920 ഓഗസ്റ്റ് 1 അന്തരിച്ചു. 1856 ജൂലൈ 23 മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ ജനിച്ചു. ഗണിതശാസ്ത്ര ബിരുദവും നിയമബിരുദവും നേടിയ അദ്ദേഹം വിദ്യാഭ്യാസാനന്തരം പൊതുപ്രവർത്തന രംഗത്തേക്കിറങ്ങി. ജനകീയ വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം പൂനെയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുകയും ദേശീയ ബോധം വളർത്തുവാനായി മറാഠി ഭാഷയിൽ കേസരി എന്ന പത്രവും ഇംഗ്ലീഷ് ഭാഷയിൽ മറാഠ എന്ന പത്രവും ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്ര ദേശീയവാദി വിഭാഗത്തിൻ്റെ വക്താക്കളായ ലാൽ ബാൽ പാൾ ത്രയത്തിലെ ബാൾ എന്നത് ബാലഗംഗാധര തിലകനായിരുന്നു. സ്വാതന്ത്ര്യത്തിനായി ബ്രിട്ടീഷുകാർക്കെതിരെ കർശന സമരമുറകൾ സ്വീകരിക്കണമെന്ന പക്ഷക്കാരനായിരുന്നു തിലകൻ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവായി അറിയപ്പെടുന്ന അദ്ദേഹം 1920 ഓഗസ്റ്റ് 1 അന്തരിച്ചു. PT ചാക്കോ ചരമദിനം. പ്രമുഖ കോൺഗ്രസ് നേതാവും കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവുമായിരുന്ന PT ചാക്കോ
1964 ഓഗസ്റ്റ് 1 അന്തരിച്ചു. 1915 ഏപ്രിൽ 9 കോട്ടയം ജില്ലയിൽ പുളിങ്കുന്നിൽ ജനിച്ച അദ്ദേഹം വിദ്യാഭ്യാസ കാലത്തു തന്നെ സ്വാതന്ത്ര്യ സമരത്തിലും ദേശീയ പ്രസ്ഥാനത്തിലും പങ്കെടുക്കുകയുണ്ടായി. ബിരുദവും നിയമബിരുദവും നേടിയ ശേഷം പൂർണ്ണസമയ രാഷ്ട്രീയത്തിലിറങ്ങുകയും സ്വാതന്ത്ര്യ സമരത്തിലും തിരുവിതാംകൂറിൻ്റെ ഉത്തരവാദ ഭരണത്തിനായും മറ്റുമുള്ള സമരങ്ങളിലും പങ്കെടുത്ത് നിരവധി തവണ ജയിൽവാസമനുഷ്ഠിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന അദ്ദേഹം 1952 ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1957 EMSന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നപ്പോൾ PT ചാക്കോ കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായി. പിന്നീട് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായും റവന്യൂ വകുപ്പ് മന്ത്രിയായും ഒക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1964 ഓഗസ്റ്റ് 1 49-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ലോക സ്കൗട്ട് സ്കാർഫ് ദിനം. ലോകമെമ്പാടുമുള്ള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 1 ലോക സ്കൗട്ട് സ്കാർഫ് ദിനമായി ആചരിക്കുന്നു. നിലവിൽ സജീവമായി പ്രവർത്തിക്കുന്ന സ്കൗട്ടുകളും സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മുൻകാല സ്കൗട്ടുകളും സ്കൗട്ട് യൂണിഫോമിൻ്റെ ഭാഗമായ സ്കൗട്ട് സ്കാർഫ് എന്ന നെക്ക് കർച്ചീഫ് പരസ്യമായി ധരിച്ച് പ്രസ്ഥാനത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ദിവസമാണിത്. ബ്രിട്ടീഷ് പട്ടാളത്തിൽ ലഫ്റ്റനൻ്റ് ആയിരുന്ന ബേഡൻ പവൽ 1907 ഓഗസ്റ്റ് 1 ഇംഗ്ലണ്ടിലെ ബ്രൗൺസി ഐലൻഡിൽ വെച്ച് ഏതാനും കുട്ടികളെ പങ്കെടുപ്പിച്ച് പരിശീലനം നൽകി സ്കൗട്ട് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ഈ ദിനാചരണം നടത്തുന്നത്. സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ബേഡൻ പവലിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഗേൾ ഗൈഡ്സ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ചുമതലക്കാരിയുമായിരുന്ന ഒലേവ് ബേഡൻ പവലിൻ്റെയും ജന്മദിനമായ ഫെബ്രുവരി 22 ലോക സ്കൗട്ട് ദിനമായും ലോക പരിചിന്തന ദിനമായും വിപുലമായി ആചരിക്കുന്നുണ്ട്.